പുള്ളിയുടെ ഇമേജ് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എടുത്ത ഒരു ഇന്റർവ്യൂ പോലൊക്കെ തോന്നി എനിക്ക് ഫീൽ ചെയ്തു. കാരണം പൊതുവേ പുള്ളിയെ പറ്റിയിട്ട് എന്താ പാർട്ടിയോട് വലിയ വിദ്വേഷം ഇല്ലെങ്കിൽ ഇയാൾ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകണമെന്ന ആഗ്രഹം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ ഓൾറെഡി ജനങ്ങളിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. അപ്പൊ ഒന്ന് വെളുപ്പിക്കണം, ഒന്ന് വെള്ളപൂശണം, അതാണ് തോന്നിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇങ്ങനെ തന്നെയാണോ മുഖം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം മൂടി എടുത്ത് അണിഞ്ഞിരിക്കുകയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ഇങ്ങനെ ബ്രാൻഡ് ആക്കിയിരിക്കുകയാണ്. എനിക്കത് കേട്ട സമയത്ത് ഫസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പുള്ളി മുഖ്യമന്ത്രിയും അത് തന്നെയാണ് ഉപയോഗിച്ചത്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡിലൂടെ എങ്കിലും ഇനി ജയിക്കാൻ പറ്റുമോ നോക്കാം, ഭരണത്തിലേക്ക് വരാൻ പറ്റുമോ നോക്കാം. അതാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ പറയുന്നത്, എന്നെ ഇങ്ങനെ ബ്രാൻഡാക്കി മാറ്റിയതാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പണ്ടത്തെ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ വടിവാളുകളുടെ ഇടയിലൂടെ നടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആ രീതിയിലൊക്കെ എനിക്ക് പാർട്ടിയെ മാത്രമേ ഉള്ളൂ ഭയം, എനിക്ക് വേറെ ആരെയും ഭയമില്ല, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയല്ല, ഞാൻ വളരെ സത്യസന്ധനാണ്. ആ രീതിയിലേക്ക് സ്വന്തമായി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്.